In this video, we are discussing definite and indefinite integrals. Definite integralനെ പറ്റി indefinite integralനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. An expression of the form integral a to b f of x dx with the endpoint specified is which we have been calling simply an integral. Endpoint രണ്ടും ഇവിടെ ഒരു രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ട്. ഇൻ്റഗ്രലിൻ്റെ ഇടയ്ക്കൊരു ഇൻ്റഗ്രൻ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്കൊരു ഇൻ്റഗ്രൽ എന്ന് പറയാം. നമ്മളിങ്ങനെ ഇതിനെയാണ് സംടൈംസ് കോൾഡ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഇതിന് നമ്മൾ എന്ത് പറയുന്നു? ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയും. കാരണം എല്ലാം സ്പെസിഫൈഡ് ആണ്. എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നതൊക്കെ ഇവിടെ സ്പെസിഫിക് ആണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്? അപ്പോൾ വേറെ എന്തായിരിക്കാം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻസ് വരുന്നത്. നോട്ട് ദാറ്റ് എ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഈസ് എ നമ്പർ വൈൽ ആൻ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഈസ് എ ഫംഗ്ഷൻ. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഒരു ഫംഗ്ഷനാണ് കിട്ടുക. നമ്മൾ നേരത്തെ ഫണ്ടമെൻ്റൽ തിയറം ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴൊക്കെ നമുക്കൊരു നമ്പറിലേക്കാണ് നമുക്ക് ഈ ഒരു വാല്യൂ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കിട്ടുന്നത്. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നേരെ മറിച്ച് ഒരു ഫംഗ്ഷനിലേക്കാണ് വരിക. കാരണം ഇവിടെ ലിമിറ്റ്സ് ഒക്കെ ചിലപ്പോൾ തരണമെന്ന് ഇല്ല. അപ്പോൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ടെസ്റ്റ് ടു ചെക്ക് എ ഗിവൺ ഫോർമുല ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് സി, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് സി. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ചിലപ്പോൾ ഇതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആയിരിക്കും, പ്ലസ് സി. ഡിഫറൻഷിയേറ്റ് ദി റൈറ്റ് ഹാൻഡ് സൈഡ് ആൻഡ് സി ഇഫ് യു ഗെറ്റ് ദി ഇൻ്റഗ്രൽ. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ഇടുന്നു. എഫ് ഡാഷ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻ്റഗ്രൽ, ദാറ്റ് മീൻസ് രണ്ടും എന്താണ്? പരസ്പരം ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് തന്നെ കിട്ടും. നമുക്ക് ആക്ച്വലി എഫ് ഓഫ് എക്സ് തന്നെ കിട്ടും. എഫ് ഓഫ് എക്സ് ഈസ് ആക്ച്വലി ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് കിട്ടും. നമ്മൾ നേരത്തെ ഫണ്ടമെൻ്റൽ തിയറം ഉപയോഗിച്ച പോലെ തന്നെ കിട്ടും. ചെക്ക് ദി ഫോർമുല നോക്കാം. ഇൻ്റഗ്രൽ 3x റേസ് ടു 8 dx ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 9/3 പ്ലസ് സി ആണോ? ജസ്റ്റ് ഡി ബൈ ഡി എക്സ് എടുക്കുക. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 9/3 പ്ലസ് സി ഈസ് ആക്ച്വലി ഈക്വൽ ടു 9x റേസ് ടു 8/3, ദാറ്റ് ഈസ് 3x റേസ് ടു 8. അപ്പോൾ നമുക്കിവിടെ ആക്ച്വലി എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് ദിസ് പാർട്ട് എടുക്കുമ്പോൾ ആക്ച്വലി ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലുള്ള ഈ ഫംഗ്ഷൻ തന്നെ നമുക്ക് ആക്ച്വലി കിട്ടി. ഇതാണ് ആക്ച്വലി നമുക്ക് എന്തെന്ന് പറയുന്നത്? ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ചെക്ക് ദി ഫോർമുല. ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് റേസ് ടു 6 ഡി എക്സ് ഈസ് ഈക്വൽ ടു 1/56 ഇൻറ്റു 7x മൈനസ് 1 ഇൻറ്റു 1 പ്ലസ് എക്സ് റേസ് ടു 7 പ്ലസ് സി. ഫൈൻഡ് ഇൻ്റഗ്രൽ 0 ടു ടി എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു 6 dx. ഇത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. ദിസ് ഈസ് ആക്ച്വലി ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ദിസ് ഈസ് ആക്ച്വലി ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. കാരണം നമുക്കിവിടെ ഒരു വാല്യൂ തന്നിട്ടില്ല, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് ഇൻ്റഗ്രൽ ആണോ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കി. ഈ ഒരു സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്തോളൂ. റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് 1/56 ഇൻറ്റു 7x മൈനസ് 1 ഇൻറ്റു 1 പ്ലസ് എക്സ് റേസ് ടു 7. ഇത് പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി എന്ത് കിട്ടുന്നു? 1 പ്ലസ് എക്സ് റേസ് ടു 6 ഇൻറ്റു എക്സ്. 1 പ്ലസ് എക്സ് റേസ് ടു 6 ഇൻറ്റു എക്സ്, അതായത് ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലുള്ള ആ വാല്യൂ തന്നെ നമുക്ക് കിട്ടുന്നു. ആക്ച്വലി അപ്പോൾ എന്താണെന്ന് കിട്ടി? ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ആ റൂൾ നമ്മൾ കറക്റ്റായിട്ട് കിട്ടി. ദസ് ദി ഫോർമുല ചെക്സ്. ഇനി നമ്മൾ ഫണ്ടമെൻ്റൽ തിയറം ഉപയോഗിച്ചിട്ട് ഇതിന് ഡയറക്റ്റ് ലിമിറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതാണ് ആക്ച്വലി എന്ത് വരുന്നത്? ആൻറ്റി ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നത്. ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് വരുന്നില്ല. ഫണ്ടമെൻ്റൽ തിയറം ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവാണ് ആക്ച്വലി ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവാണ് വരുന്നതെങ്കിൽ ഇതിൽ നേരെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ലിമിറ്റ് കൊടുത്താൽ മതി. ദെൻ വി ജസ്റ്റ് അപ്ലൈങ് ദി ലിമിറ്റ് 0 to 2 ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതാണ്. അപ്പോൾ ഇത് അപ്പർ ലിമിറ്റ് ഓഫ് ഇത് മൈനസ് ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ് ഓഫ് ദിസ് മൈനസ് ലോവർ ലിമിറ്റ്. അത് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി ഈ വാല്യൂ കിട്ടും. ഇതാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. ഇത് ആക്ച്വലി ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റിംഗ് പ്രോസസ്സ് അവിടെ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അതേപോലെ തന്നെ ചിലപ്പോൾ ലിമിറ്റിംഗ് പ്രോസസ്സ് ഉണ്ടാവും, ചിലപ്പം വേരിയബിൾസ് ഒക്കെ വരാം. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിരിക്കും, കറക്റ്റ് ഡെഫിനിറ്റ് ആയിരിക്കും. 0 to 2 ലിമിറ്റ്സ് കറക്റ്റായിട്ട് അവിടെ ഇൻക്ലൂഡഡ് ആവും. റൂൾസ് ഫോർ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്. എന്തൊക്കെയാണ് റൂൾസ്? ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൻ്റെ റൂൾ. ഇൻ്റഗ്രൽ a to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ആക്ച്വലി ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഡെഫിനിഷൻ. ഓർഡർ ഓഫ് ആൻ ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രൽ a to b എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഈ ഓർഡർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ a to b
ഇത് ബി ടു എ ആണ്, അതായത് എ ടു ബി ആകുമ്പോൾ മൈനസ് വരും. ബി ടു എ ലിമിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ നെഗറ്റീവ് സൈൻ വരും. ദിസ് ഈസ് ഓൾസോ എ ഡെഫിനിഷൻ. കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ, ഇൻ്റഗ്രൽ എ ടു ബി എഫ് കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ആക്ച്വലി ഈക്വൽ ടു കെ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. കെ നമുക്ക് എന്ത് ചെയ്താൽ ഔട്ട് സൈഡ് എടുക്കാം. എൻ്റെ ഒരു ജസ്റ്റ് എക്സാമ്പിളാണ് ഇത് ആക്ച്വലി കൊടുത്തിരുന്നത്. മൈനസ് എഫ് ഓഫ് എക്സ് ഡി എക്സിനെ -1 പുറത്തെടുത്തിട്ട് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എഴുതാം. ഇതും ഡെഫിനിഷൻ. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സ്പെസിഫിക് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ടാവും. സംസ് ആൻഡ് ഡിഫറൻസ്, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ്, ഇത് സമ്മും മൈനസും ഒരുമിച്ച് എഴുതുന്നതാണ്. ജി എക്സ് ഡി എക്സ് ഈസ് ആക്ച്വലി ഈക്വൽ, ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഓർ മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് ഡി എക്സ് എന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി എഴുതി. അഡിറ്റിവിറ്റി നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ രണ്ടും ലിമിറ്റ് എ ടു ബിയിലാണ്, അപ്പോൾ ഇവിടെയും എ ടു ബിയിലേക്ക് തന്നെ വരണം. അഡിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ബി ടു സി, അതായത് എ ടു ബി വരെ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇവിടെ എഴുതി, ബി ടു സി വരെ ഇവിടെ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് എഴുതാം? ഇൻ്റഗ്രൽ എ ടു സി, എയിൽ നിന്ന് ഡയറക്റ്റ് സിയിലേക്ക് നമുക്ക് പോകാമെന്നാണ് അഡിറ്റിവിറ്റി പറയുന്നത്. ചെക്ക് ചെയ്യേണ്ടത് എ ടു ബി ആൻഡ് ബി ടു സി, ദെൻ എ ടു സി, ട്രാൻസിറ്റീവിൻ്റെ ഫോം പോലെ വരിക എന്നുള്ളതാണ്. ഇനി മാക്സിമം മിനിമം ഇനീക്വാലിറ്റി. ഇഫ് മാക്സിമം എഫ് ആൻഡ് മിനിമം എഫ് ആർ ദി മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് എഫ്, അതായത് ഒരു എഫിൻ്റെ നമുക്കൊരു മാക്സിമം വാല്യൂ മിനിമം വാല്യൂ നമുക്ക് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി തന്നു കഴിഞ്ഞാൽ, ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് മിനിമം ഓഫ് എഫ് ഇൻറ്റു ബി മൈനസ് എ. മിനിമം ഓഫ് എഫ് ജസ്റ്റ് നമ്മൾ ആ റെക്റ്റാങ്കിൾ എടുക്കുക. എഫ് എന്ന് പറയുന്നത് മിനിമം എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിൽ വരുന്നു, ബി മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടു ബി അവിടെയുള്ള താഴെയുള്ള ലെങ്ത് വരുന്നു, ലെങ്ത് ഇൻറ്റു എബവ് ബ്രെഡ്ത്ത്, അതായത് മിനിമം വാല്യൂ എഫിൻ്റെ മിനിമം വാല്യൂ എവിടെയാണ് വരുന്നത് അവിടുത്തെ ഇത് ഇൻറ്റു ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. മിനിമം ഓഫ് എഫ് ഇൻറ്റു ബി മൈനസ് എ എൻ്റെയും മാക്സിമം ഓഫ് എഫ് ഇൻറ്റു ബി മൈനസ് എൻ്റെ ഇടയ്ക്കായിരിക്കും ആക്ച്വലി എന്ത് വരിക? ആക്ച്വൽ ഏരിയ എന്ന് പറയുന്നത്. മാക്സിമത്തിൻ്റെ ഏരിയൻ്റെയും മിനിമം ഏരിയൻ്റെയും ഇടയ്ക്കാണ് ആക്ച്വൽ ഏരിയ ശരിക്കും വരിക. അതാണ് ഉദ്ദേശിക്കുന്നത്. ഡോമിനേഷൻ, എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രലും ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഡി എക്സ്. ഇൻ പർട്ടിക്കുലർ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഓൺ എ ബി, ദെൻ ഇൻ്റഗ്രൽ എ ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നതും പോസിറ്റീവ് ആയിരിക്കും. അതാണ് ആക്ച്വലി ഇവിടെ പറയുന്നത്. നമുക്കിതിൻ്റെയൊക്കെ പ്രൂഫ് റൂൾ 4 തൊട്ടാണ് പ്രൂഫ്. ബാക്കിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെഫിനേഷനായിട്ടാണ് എടുക്കുന്നത്. റൂൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് വി അസ്യൂം ദാറ്റ് ബോത്ത് എഫ് ആൻഡ് ജി ഹാവ് ആൻറ്റി ഡെറിവേറ്റീവ്സ്. എഫിനും ജിക്കും ആൻറ്റി ഡെറിവേറ്റീവ്സ് ഉണ്ടെന്ന് അസ്യൂം. ലെറ്റ് ഇറ്റ് ബി എഫും ജിയും ആണ് എഫിൻ്റെയും ജിയുടെയും ആൻറ്റി ഡെറിവേറ്റീവ്. ഇനി സ്മോൾ എഫിൻ്റെയും ജിൻ്റെയും ആൻറ്റി ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ആൻഡ് ക്യാപിറ്റൽ ജി റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നു. ദെൻ എഫ് പ്ലസ് ജി ഈസ് ആൻ ആൻറ്റി ഡെറിവേറ്റീവ് ഫോർ എഫ് പ്ലസ് സ്മോൾ എഫ് പ്ലസ് ജി. ഈ എഫ് പ്ലസ് ജി ആണ് നമുക്ക് എന്ത് ആൻറ്റി ഡെറിവേറ്റീവ് ആയിട്ട് കിട്ടുക. ദാറ്റ് ഈസ് ദസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു എ ടു ബി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇതിൻ്റെ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്ന ഫോം വരുന്നു. എഫ് ഓഫ് ബി പ്ലസ് ജി ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ പ്ലസ് ജി ഓഫ് എ, എഫ് ഓഫ് ബി പ്ലസ് ജി ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ പ്ലസ് ജി ഓഫ് എ ഫോമിലേക്ക് വരുന്നു. ദാറ്റ് ഈസ് എന്താവുന്നു? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ പ്ലസ് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തിരുന്നു ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ. വാട്ട് ഈസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ? ദാറ്റ് ഈസ് ദി ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ എഫ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് മാറ്റിയിട്ട് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. പ്ലസ് ഈ ഒരു ടേമിനെ മാറ്റിയിട്ട് ഇതെന്ന് പറഞ്ഞാൽ ജി എന്ന് പറയുന്നത് സ്മോൾ ജിയുടെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ് മാറ്റി എഴുതാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി എഴുതാം. ഇനി റൂൾ നമ്പർ 6. വാട്ട് ഈസ് 6? 6 എന്ന് പറയുന്നത് അഡിറ്റിവിറ്റി അല്ല, മാക്സിമം മിനിമം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാക്സിമം മിനിമം സിമ്പിളാണ്. നമുക്ക് എടുക്കുക എഫ് ലെറ്റ് എഫ് ബി ഇൻ്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ഈസ് നെവർ സ്മോൾ ദാൻ ദി മിനിമം വാല്യൂ ഓഫ് എഫ് ടൈംസ് ഇൻറ്റു ലെങ്ത് ഓഫ് ദി ഇൻ്റർവെൽ ആൻഡ് നെവർ ലാർജർ ദാൻ. അതായത് മിനിമം
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിനിമത്തിൻ്റെ ഏരിയ മിനിമം എഫ് വെച്ചിട്ടുള്ള നമ്മൾ ആ റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്യുന്നു, മാക്സിമം വെച്ചുള്ള റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് മാത്രമേ നമ്മുടെ ഇൻ്റഗ്രൽ പോകൂ എന്നുള്ളതാണ് നമ്മുടെ തിയറം. നമുക്ക് നോക്കാം. ദ റീസൺ ഈസ് ദാറ്റ് എവ്രി പാർട്ടീഷൻ ഓഫ് എ ബി, എല്ലാ പാർട്ടീഷനും എടുക്കുന്നു എ ബിയുടെ, ആൻഡ് ഫോർ എവ്രി ചോയ്സ് ഓഫ് ദി പോയിന്റ് സി കെ, എല്ലാ ചോയ്സും എടുക്കുന്നു. മിനിമം ഓഫ് എഫ് ഇൻറ്റു ബി മൈനസ് എ ഇസ് ആക്ച്വലി മിനിമം ഓഫ് എഫ് ഇൻറ്റു, ഇതിനെ നമുക്ക് ബി മൈനസ് എനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത് ശരിക്കും ടെലിസ്കോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് കെ എന്ന് പറയുന്നത് സിഗ്മ കെ ഈക്വൽ ടു 1 to ഡെൽറ്റ എക്സ് കെ ടെലിസ്കോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി മൈനസ് എ കിട്ടും. ബി മൈനസ് എനെ നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ട് ഡെൽറ്റ എക്സ് കെ കൊടുക്കും. ദാറ്റ് ഈസ് മിനിമം ഓഫ് എഫ് ഇൻറ്റു കെ ഈസ് ഈക്വൽ ടു 1 to ഡെൽറ്റ എക്സ് കെ എന്നുള്ള ഫോമിലേക്ക് എഴുതുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് മിനിമം ഓഫ് എഫിനെ നമുക്ക് എന്തിലേക്ക് കയറ്റുന്നു, സമ്മേഷൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നു ബൈ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂൾ. ഒരു പ്രശ്നവും വരുന്നില്ല. വിച്ച് ഈസ് മിനിമം ഓഫ് എഫ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിനെക്കാട്ടും, ഏതൊരു എഫ് ഓഫ് സിക്കിനെക്കാട്ടും ചെറുതായിരിക്കും മിനിമം ഓഫ് എഫ്, ഫംഗ്ഷൻ്റെ ഏറ്റവും മിനിമം വാല്യൂ. അപ്പോൾ ഫംഗ്ഷൻ്റെ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂവിനെക്കാട്ടും വലുതായിരിക്കും. അപ്പോൾ നമുക്കിത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ. സി കെ എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു പാർട്ടീഷനിലെയും ആർബിട്രറി പോയിന്റ് സി കെ എന്ന് പറയുന്ന ആ പോയിൻ്റാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആക്ച്വലി ഈ ഒരു ഫോം കിട്ടി, ഡെൽറ്റ എക്സ് കെ ഇൻറ്റു എഫ് ഓഫ് സി കെ ഡെൽറ്റ എക്സ് കെ എന്ന് പറയുന്ന ആ ഫോം കിട്ടി, മിനിമം വാല്യൂ, മിനിമം എന്ന് പറയുന്നത്. സിമിലർലി സെയിം പ്രൊസീജിയറാണ് ആക്ച്വലി ഏതിനും വരിക, മാക്സിമത്തിനും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ഓഫ് എഫ്, അതായത് ഏതൊരു വാല്യൂ എഫിൻ്റെ ഏറ്റവും മാക്സിമം വാല്യൂ, അതെ. അപ്പോൾ ഏത് എഫ് വാല്യൂ എടുത്തു കഴിഞ്ഞാലും മാക്സിമം വാല്യൂവിനെക്കാട്ടി ചെറുതായിരിക്കണം. അപ്പോൾ നമുക്ക് എന്താക്കാം, ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ഓഫ് എഫ് ഇൻറ്റു ഡെൽറ്റ എക്സ് കെ, മാക്സിമം ഓഫ് ഇൻറ്റു ഡെൽറ്റ എക്സ് കെ, എസ് എഫ് ഓഫ് സി കെ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ഓഫ് എഫ്. മാക്സിമം ഓഫ് എഫ് എന്ന് പറയുന്ന ആ വാല്യൂ നമ്മൾ ചൂസ് ചെയ്തു. മാക്സിമം ഓഫ് എഫ് നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട് സൈഡ് എടുക്കാം, ദാറ്റ് ഈസ് ഈ ഒരു ഫോമിലേക്ക് നമുക്ക് മാറ്റും. അപ്പോൾ നമുക്ക് ആക്ച്വലി എന്താണ് കിട്ടിയത്, ഇതാണ് നമ്മുടെ ഇതിൻ്റെ ലിമിറ്റിംഗ് പ്രോസസ്സാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇൻ്റഗ്രലായിട്ട് കിട്ടുന്നത്. അപ്പോൾ മിനിമം ഓഫ് എഫ്, അതായത് മിനിമം ഓഫ് എഫ് ഇൻറ്റു ബി മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ, ഇതിൻ്റെ ലിമിറ്റ് എടുത്ത് ഇൻ്റഗ്രൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ഓഫ് എഫ് ഇൻറ്റു ബി മൈനസ് എ എന്ന് പറയുന്ന ആ ഫോമിലേക്ക് നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെയാണ് നമുക്ക് ആ ഒരു ഇതിലേക്ക് വരുന്നത്. ഇനി പ്രൂഫ് ഓഫ് റൂൾ 7, റൂൾ 7ൻ്റെ പ്രൂഫ്. റൂൾ 7ൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഓൺ എ ബി ദെൻ എഫ് മൈനസ് ജി ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് ജി ഡാഷ് ഓഫ് എക്സ്. ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് സ്മോൾ എഫിൻ്റെ എന്താണ്, ആൻറ്റി ഡെറിവേറ്റീവും ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത് സ്മോൾ ജിയുടെ ആൻറ്റി ഡെറിവേറ്റീവുമാണ്. ഇതിൻ്റെ ജസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്ത് എഫ് ഡാഷ് എക്സ് മൈനസ് ജി ഡാഷ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, ആൻറ്റി ഡെറിവേറ്റീവ് ആയതുകൊണ്ട് സ്മോൾ എഫ് ഓഫ് എക്സ്, ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആൻറ്റി ഡെറിവേറ്റീവ് ആയതുകൊണ്ട് സ്മോൾ ജി ഓഫ് എക്സ് വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ എക്സ് ഇൻ എ ബി. അപ്പോൾ എന്ത് കിട്ടി, സിൻസ് ദി ഫംഗ്ഷൻ വിത്ത് എ നോൺ നെഗറ്റീവ് ആണ്, കാരണം എന്താ, എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇത് വരുന്നത്. ദ ഫംഗ്ഷൻ ഈസ് നെഗറ്റീവ് ഫംഗ്ഷൻ, നെഗറ്റീവ് ഡെറിവേറ്റീവ് ഫംഗ്ഷൻ വിത്ത് നെഗറ്റീവ് ഡെറിവേറ്റീവ്. നമുക്കറിയാം ഫംഗ്ഷൻ നെഗറ്റീവ് ഡെറിവേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ എന്താണ്, ഡിക്രീസിങ് ആണ്. നമ്മൾ ഓൾറെഡി ആപ്ലിക്കേഷൻ ഓഫ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്, സ്ലോപ്പ് താഴേക്കായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഡിക്രീസിങ് ആണ്. അപ്പോൾ ഡിക്രീസിങ് ആയതുകൊണ്ട് എന്താ, ഈ ഫംഗ്ഷൻ എടുക്കുക, എഫ് ഓഫ് ബി മൈനസ് ജി ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ മൈനസ് ജി ഓഫ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം ഡിക്രീസിങ് ആയതുകൊണ്ട് ഈ വാല്യൂവിനെക്കാട്ടും കൂടുതലായിരിക്കും ഇനീഷ്യൽ പോയിന്റിലെ വാല്യൂ. എ ആണ് ഇനീഷ്യൽ പോയിന്റ്, ബി ആണ് ഏത് പോയിന്റ്, എ ആണ് ഇനീഷ്യൽ പോയിന്റ്, ബി ആണ് ഫൈനൽ പോയിന്റ്. അപ്പോൾ ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡെറിവേറ്റീവ് ആക്ച്വലി എഫ് ഡാഷിൻ്റെയും ജി ഡാഷ് എഫ് ഡാഷ് എക്സ് മൈനസ് ജി ഡാഷ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് മൈനസ് ക്യാപിറ്റൽ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിക്രീസിങ് ഫംഗ്ഷനാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് എഫ് ഓഫ് പി മൈനസ് ജി ഓഫ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എ മൈനസ് ജി ഓഫ് എ, എഫ് ഓഫ് പി മൈനസ് ജി ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എ മൈനസ് ജി ഓഫ് എ എന്ന് കിട്ടും. ദെൻ ബൈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് നമുക്ക് എങ്ങനെ എഴുതാം,
ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് പ്രകാരം നമ്മൾ എന്താക്കുന്നു, ജസ്റ്റ് ഇതിനെ ഒന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുക. ഇതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് ബി മൈനസ് ആ ഒരു ഫോമിലേക്ക് തന്നെ നമുക്ക് കിട്ടും. എഫ് ഓഫ് ബി മൈനസ് ജി ഓഫ് എ. എഫ് ഓഫ് ബി മൈനസ് ഈ ഒരു ഫംഗ്ഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്നാക്കുക. ജി ഓഫ് മൈനസ് ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. ഇവിടെ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ വരും ലെസ് ദാൻ ഓർ ഈക്വൽ ടു g of b minus g of a. What is g of b minus g of a? That is integral a to b g of x dx, and this part will be integral a to b f of x dx. ശ്രദ്ധിക്കേണ്ട കാര്യം എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആണ് ഇവിടെ വരിക. ഇവിടെ ജി ഓഫ് ബി എന്ന് തെറ്റായി കൊടുത്തതാണ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. അതാണ് ആക്ച്വലി ഈ ഇൻ്റഗ്രൽ. ആൻഡ് ഇവിടെ വരിക ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ. ഇവിടെ എഫ് ഓഫ് എ എന്ന് റോങ് ആയിട്ട് കൊടുത്തതാണ്. അപ്പം ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ ആണ് ആക്ച്വലി ഇവിടെ വരിക. അതാണ് ആക്ച്വലി എന്ത് ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണത് പ്രൂവ് ചെയ്യുക. ഇനി അതിൻ്റെ നമുക്ക് ജസ്റ്റ് ഇല്യൂസ്ട്രേഷൻ ആണ്. ജസ്റ്റ് ഇല്യൂസ്ട്രേറ്റ് ചെയ്യാം. എക്സ്പ്ലെയിൻ ദ പ്രോപ്പർട്ടി 5 ഇൻ ടേംസ് ഓഫ് ഏരിയാസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് വെലോസിറ്റീസ്. പ്രോപ്പർട്ടി 5 നമുക്കൊന്ന് വെരിഫൈ ചെയ്യാനാണ് ആക്ച്വലി ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സിൻസ് എ ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ദി ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എഫ്. എയിൽ നിന്ന് സി വരെയുള്ള ഇൻ്റഗ്രൽ, എയിൽ നിന്ന് സി വരെയുള്ള ഇൻ്റഗ്രൽ, എയിൽ നിന്ന് സി വരെയുള്ള ഇൻ്റഗ്രൽ ഇതാണ് ഫംഗ്ഷൻ. ഇതെന്ന് പറയുന്നത് ഏരിയ ആണ്. ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഫ്രം എ ടു സി. പ്രോപ്പർട്ടി 5 states that the sum of the areas of region A and B in figure 1. എന്താണ് പ്രോപ്പർട്ടി പറയുന്നത്? ആദ്യം നമ്മൾ എ ടു ബി ഇൻ്റഗ്രൽ എടുക്കുന്നു, പിന്നെ ബി ടു സി ഇൻ്റഗ്രലിന് പകരം നമുക്ക് എന്തെടുത്താൽ മതി? എ ടു സി ഇൻ്റഗ്രൽ എടുത്താൽ മതി എന്നാണ് നമ്മുടെ പ്രോപ്പർട്ടി പറയുന്നത്. ആക്ച്വലി നോക്കൂ, ഏരിയ, ഈ ഏരിയ എന്ന് പറയുന്നത് ഇവിടം വരെയുള്ള ഏരിയ പ്ലസ് ഇവിടം വരെയുള്ള ഏരിയ, ഈ രണ്ട് ഏരിയ കൂട്ടുന്നത് ആക്ച്വലി ഈ രണ്ട് ഏരിയ അല്ലേ, എ ടു സി വരെയുള്ള ഏരിയ അല്ലേ ആക്ച്വലി. അല്ലെങ്കിൽ എ മുതൽ ഇത് പ്ലസ് ഇതല്ലേ. അപ്പോൾ ഡയറക്റ്റ് എന്ത് കണ്ടാൽ മതി? എ ടു സി വരെയുള്ള ഏരിയ കണ്ടാൽ മതി എന്നാണ് ആക്ച്വലി പറയുന്നത്. അതാണ് ആക്ച്വലി പ്രോപ്പർട്ടി 5 എന്ന് പറയുന്നത്. അതായത് എ ടു ബി ഇൻ്റഗ്രലും ബി ടു സി ഇൻ്റഗ്രലും കാണുന്നതിന് പകരം എ ടു സി ഇൻ്റഗ്രൽ കണ്ടാൽ മതി, ആ ഏരിയ കണ്ടാൽ മതി എന്നുള്ളതാണ് തിയറം പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഇവാലുവേറ്റ് 2 to 3 x square dx. What is, we cannot apply the equation 0 to b x square dx is equal to b cube by 3 directly because the lower limit of integration, നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ ഇവിടെ നമുക്ക് 2 to 3 ആണ് ഇൻ്റഗ്രേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വി യൂസ് ദി അഡിറ്റിവിറ്റി റൂൾ നമ്മൾ യൂസ് ചെയ്യുന്നു. അതായത് 0 to 2 പ്ലസ് 2 to 3 x square dx is actually equal to 0 to 3. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 to 3 ആണ്. നമ്മൾ 0 to 3 വരെയുള്ള ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 0 to 2, 2 to 3 എന്ന് പറഞ്ഞാൽ x square dx എന്ന് പറയുന്ന ഇൻ്റഗ്രലിലേക്ക് മാറ്റി എഴുതും. അപ്പോൾ ഈ റൂൾ പ്രകാരം നമുക്ക് എന്താണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്? ആക്ച്വലി 2 to 3 ഇൻ്റഗ്രൽ കാണാനായിട്ട് ഇവിടെ എന്ത് ചെയ്താൽ മതി? 0 to 3 x square dx മൈനസ് 0 to 2 x square dx ചെയ്താൽ മതി. ആക്ച്വലി നമുക്ക് എന്ത് കിട്ടും? 2 to 3 x square dx എന്ന് പറഞ്ഞ ഇൻ്റഗ്രൽ കിട്ടും. ഈ രണ്ട് ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ നമുക്കറിയാം, നമുക്ക് എന്തറിയാം? ഈ രണ്ട് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് b cube by 3 ആണ്, 0 to b. അപ്പോൾ 3 cube by 3 മൈനസ് 2 cube by 3. ആക്ച്വലി അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 19 by 3 എന്ന് പറയുന്ന ആൻസർ നമുക്ക് ആക്ച്വലി കിട്ടും. നമുക്ക് ഡയറക്റ്റ് ആയിട്ടും 2 to 3 നമുക്ക് ഡയറക്റ്റ് ആയിട്ടും കണ്ടുപിടിക്കാം. ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ടും കണ്ടുപിടിക്കാം. മാക്സിമം മിനിമം ഇനീക്വാലിറ്റി ഫോർ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ സേസ് ദാറ്റ് മിനിമം ഓഫ് എഫ് ഇൻറ്റു ബി മൈനസ് എ ഈസ് ലോവർ ബൗണ്ട്. അതാണ് ലോവർ ബൗണ്ട് എന്ന് പറയുന്നത്. ആൻഡ് മാക്സിമം ഓഫ് ഇൻറ്റു ബി മൈനസ് എ ആണ് അപ്പർ ബൗണ്ട്. അതായത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിൻ്റെ അപ്പർ ബൗണ്ടാണ് മാക്സിമം ഓഫ് എഫ് ഇൻറ്റു ബി മൈനസ് എ. ആൻഡ് മിനിമം ലോവർ ബൗണ്ടാണ് മിനിമം ഓഫ് എഫ് ഇൻറ്റു ബി മൈനസ് എ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഷോ ദാറ്റ് ദി വാല്യൂ ഓഫ് 0 to 1 റൂട്ട് 1 പ്ലസ് കോസ് എക്സ് ഡി എക്സ് കനോട്ട് പോസിബിളി ബി 2. അതായത് ഈ വാല്യൂ ഒരിക്കലും 2 ആവില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? മാക്സിമം വാല്യൂ എവിടെ വരെ ഉണ്ട്? ദ മാക്സിമം വാല്യൂ ഫോർ റൂട്ട് 1 പ്ലസ് കോസ് എക്സ് ഈസ് ആക്ച്വലി ഓൺ 0 1 ഈസ് ആക്ച്വലി റൂട്ട് 2. അപ്പോൾ
എന്താണ് നമുക്ക് തിയറം പ്രകാരം 0 to 1 root 1 plus cos x dx is actually less than or equal to maximum of root 1 plus cos x into b minus a. b minus a എന്ന് പറയുന്നത് ഇവിടെ ആക്ച്വലി ഏതാണ് 1 minus 0 യൂസിങ് മാക്സിമം മിനിമം ഇനീക്വാലിറ്റി. ഇതിൻ്റെ ബൗണ്ടിന് മേലെ പോവില്ല, ഈ വാല്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക, ഈ വാല്യൂവിൻ്റെ മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് 2 ആണ്. റൂട്ട് 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ റൂട്ട് 2. റൂട്ട് 2നെക്കാട്ടും എന്തായാലും ലെസ് ദാൻ ആണ് റൂട്ട് 2. അപ്പോൾ എന്തായിരിക്കും, സോ ഇറ്റ് കനോട്ട് പോസിബിളി ഈക്വൽ ടു എന്ന് പറയുന്ന ആ ഒരു ഫോമിലേക്ക് നമുക്ക് കിട്ടും. യൂസ് ദി ഇനീക്വാലിറ്റി cos x greater than or equal to 1 minus x square by 2 which holds for all x. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അടുത്തൊരു ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞാൽ if f of x greater than or equal to g of x then the definite integral will be greater than or equal to definite integral of x will be greater than or equal to definite integral of g of x. ആ ഒരു ഫോമിലേക്കാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്നത്. To find the lower bound for the value of 0 to 1 cos x dx. ഇതിൻ്റെ ലോവർ ബൗണ്ട് ഇത് ഗ്രേറ്റർ ദാൻ ആണ് ഈ ഒരു വാല്യൂവിനെക്കാട്ടും. അപ്പോൾ നമുക്കറിയാം ഈ ഒരു വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ ഇതിനെക്കാട്ടും മാക്സിമം ആണ് ഇൻ്റഗ്രൽ 0 to 1 cos x dx. ദെൻ 0 to 1 1 dx മൈനസ് 1/2 ഇൻറ്റു 0 to 1 x square dx എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻ്റഗ്രൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതായിരിക്കും എന്ത് ടു മിനിമം വാല്യൂ. കാരണം ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഇത് ഇവിടം വരെ വരാം. ആ ഒരു വാല്യൂ 0.83 ഓർ 5/6 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും എന്ത് വരിക, മിനിമം വാല്യൂ ആയിട്ട് വരിക. കാരണം ഇനീക്വാലിറ്റി ആണ്. കാരണം ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് ഇനീക്വാലിറ്റി. അതുകൊണ്ടാണ് ഈ വാല്യൂ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. Using the result 0 to b x dx is equal to b square by 2, evaluate 2 to 3 x square dx. സെയിം പ്രൊസീജിയർ നമ്മൾ നേരത്തെ ഓൾറെഡി ചെയ്തൊരു പ്രോബ്ലമാണ്. The result 0 to b x dx is actually b square by 2 can be generalized to integrate f of x is equal to x over any closed interval. ഇത് നമുക്ക് ജനറലൈസ് ചെയ്യാം. ഇൻ്റഗ്രൽ a to b x dx എന്ന് പറയുന്നത് a to 0 x dx നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. a to 0 x dx പ്ലസ് 0 to b x dx യൂസിങ് റൂൾ 5. ഇതിനെ എന്നിട്ട് നമ്മൾ എന്ത് മാറ്റുന്നു, ഇതിനെ നമ്മൾ മാറ്റിയിട്ട് 0 to a. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒരു നെഗറ്റീവ്, നമ്മുടെ റൂൾ പ്രകാരം നെഗറ്റീവ് ലിമിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആവും. നെഗറ്റീവ് a ഇൻ്റഗ്രൽ 0 to a x dx പ്ലസ് 0 to b x dx എന്ന് പറഞ്ഞ് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് മൈനസ് a സ്ക്വയർ ബൈ 2 പ്ലസ് b സ്ക്വയർ ബൈ 2 എന്നതായിരിക്കും ആക്ച്വലി ഇൻ്റഗ്രൽ a to b x dx. ഇൻ്റഗ്രൽ a to b x dxൻ്റെ ആക്ച്വൽ ഇക്വേഷൻ എന്ന് പറയുന്നത്, ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് b സ്ക്വയർ ബൈ 2 മൈനസ് a സ്ക്വയർ ബൈ 2 ആയിരിക്കും. ഏതൊരു ലിമിറ്റ് വന്നു കഴിഞ്ഞാലും b സ്ക്വയർ ബൈ 2 മൈനസ് a സ്ക്വയർ ബൈ 2 ആയിരിക്കും ഇൻ്റഗ്രൽ a to b x dx എന്ന് പറയുന്നത്. നമ്മൾ ആൾട്ടർനേറ്റീവ് വേർഷൻ ഒന്നുകൂടി നോക്കുകയാണ്. f is continuous on closed interval a b, then capital F of x is equal to integral a to x f of t dt has a derivative at every point of closed interval a b. ഇതിനൊരു ഡെറിവേറ്റീവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ df by dx is actually equal to d by dx of integral a to x f of t dt എന്ന് പറയുന്നത് f of x മൈനസ് f of a ഫോം ആയിരിക്കും. അതായത് ഇതിൻ്റെ ഡയറക്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്, ഈ ഒരു ഫോമിൻ്റെ ഡയറക്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എഫ് എടുക്കുക എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് f of x മൈനസ് f of a. ഇവിടെ f of x എന്നേ കൊടുത്തിട്ടുള്ളൂ. f of x മൈനസ് f of a എന്നുണ്ട്. കാരണം d by dx ഓഫ് എഗെയിൻ എന്തെടുക്കണം, ആക്ച്വലി ഫംഗ്ഷൻ വാല്യൂ മാത്രം നമുക്ക് കണ്ടാൽ മതി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. d by dx ഓഫ് മൈനസ് ബൈ 2x സൈൻ t എന്ന് പറയുന്നത് ആക്ച്വലി d by dx ഓഫ് ദി ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഫംഗ്ഷൻ ആയിട്ട് തന്നെ വരും. ദാറ്റ് ഈസ് സൈൻ എക്സ് മൈനസ് സൈൻ മൈനസ് പൈ. സൈൻ എക്സ് മൈനസ് സൈൻ മൈനസ് പൈ ദാറ്റ് ഈസ് ആക്ച്വലി എന്താണ്, സൈൻ എക്സ്. സൈൻ പൈ എന്ന് പറഞ്ഞാൽ 0 ആണ്. എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഇതാണ് ആക്ച്വലി ഇവിടെ. സിമിലർലി d by dx ഓഫ് 1/2 പ്ലസ് t raised to 4 dt ദാറ്റ് ഈസ് 1 plus 2 plus x raised to 4. 1 plus 2 plus x raised to 4 എന്ന ഫോം പ്ലസ് 1/2 കൂടി ഇവിടെ ആക്ച്വലി വരും. കാരണം ഇവിടെ ഒരു 0യിലും കൂടി നമുക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കാനുണ്ട്, 0യിലും കൂടി ലിമിറ്റ് കണ്ടുപിടിക്കാനുണ്ട്. പ്ലസ് 1/2 കൂടി ഇവിടെ വരും. ഇതിന് 0 to x എന്ന് പറഞ്ഞ ലിമിറ്റ് കൊടുക്കും. ഈ ഒരു
ഡി ബൈ ഡി എക്സ് ഓഫ് ഒരു ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലുള്ള ഫംഗ്ഷൻ തന്നെ അത് തന്നെ ആയിരിക്കും ആക്ച്വലി ആൻസർ വരിക. ആ ഫംഗ്ഷൻ തന്നെ എഴുതുക, എന്നിട്ട് അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക. അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. അടുത്തത് എന്ന് പറഞ്ഞാൽ ഫൈൻ ഡി വൈ ബൈ ഡി എക്സ് ഇഫ് വൈ ഈസ് ഈക്വൽ ടു 1 to x square cos t dt. ഈ ഒരു വാല്യൂ കണ്ടുപിടിക്കാനാണ് നമുക്ക്. ഇത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. ആക്ച്വലി ഇവിടെ നമുക്ക് കിട്ടുക, ഇവിടെ കണ്ടില്ലേ, ഒരു നമ്പർ അല്ലല്ലോ, എക്സ് സ്ക്വയർ ആണ് ലിമിറ്റ് വന്നത്. നോട്ടീസ് ദാറ്റ് ദി അപ്പർ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഈസ് നോട്ട് എക്സ് ബട്ട് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ ആണ് ലിമിറ്റ് വരുന്നത്. ടു ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് വി മസ്റ്റ് therefore treat y as a composite. അതായത് നമ്മൾ എന്താക്കുന്നു, വൈനെ നമ്മൾ തൽക്കാലത്തേക്ക് y ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to u എക്സ് സ്ക്വയറിന് യു എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അത് എക്സ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടി വരും. കാരണം ഫംഗ്ഷനിൽ ചിലപ്പോൾ മാറും, എക്സ് സ്ക്വയർ ഒക്കെയാണ് വരുന്നത്. 1 to u cos t dt, that is, and u is equal to x square, and apply the chain rule. What is that? Apply the chain rule. dy by dx is actually equal to dy by du into du by dx. dy by dx എന്ന് പറയുന്നത് dy by du into du by dx, and u എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ടേം വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാം. dy by dx is actually equal to d by du of 1 to u cos t dt into du by dx. What is du by dx? du by dx is actually equal to 2x. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം, ദാറ്റ് ഈസ് കോസ് ടി. ഇതിൻ്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി യു ഓഫ് ദിസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇൻ്റഗ്രലിൻ്റെ തന്നെ എടുത്ത് എഴുതുന്നു, കോസ് യു ഫ്രം ഇൻ്റഗ്രൽ 1 to u എന്നുണ്ട്, കോസ് 1 എന്ന് പറഞ്ഞാൽ ആർ, ആൻഡ് കോസ് യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്, കോസ് യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. വാട്ട് ഈസ് ഡി യു ബൈ ഡി എക്സ്? ഡി യു ബൈ ഡി എക്സ് ഈസ് ആക്ച്വലി 2x. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ജസ്റ്റ് ഇനി എന്ത് ചെയ്യുക, ലാസ്റ്റ് സ്റ്റെപ്പിൽ യുവിനെ സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ചു കൊടുക്കുക. യു എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു 2x, കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു 2x, ദാറ്റ് ഈസ് 2x ഇൻറ്റു കോസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമിലേക്ക് മാറും. 2x ഇൻറ്റു കോസ് എക്സ് സ്ക്വയർ, 2x ഇൻറ്റു കോസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ആ ഫോമിലേക്ക് നമുക്കിത് മാറ്റാൻ പറ്റും. സിമിലർലി ഇതേപോലെ തന്നെയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഡി ബൈ ഡി എക്സ് ഓഫ് 0 to റൂട്ട് എക്സ് കോസ് ടി ഡി ടി. റൂട്ട് എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ യു എന്ന് കൊടുക്കുന്നു. ജസ്റ്റ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ദെൻ ഡയറക്റ്റ്ലി നമ്മളിത് കണ്ടുപിടിക്കുന്നു. ഈ ഒരു വാല്യൂ നമുക്കറിയാം, കോസ് യു തന്നെയാണ് വരിക. ഡി യു ബൈ ഡി എക്സ് ആഡ് ചെയ്യുന്നു. ലാസ്റ്റ് സ്റ്റെപ്പിൽ യുവിന് പകരം സബ്സ്റ്റിറ്റ്യൂഷനിൽ യു ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആക്ച്വലി ഇവിടെ കിട്ടുക കോസ് റൂട്ട് എക്സ് ബൈ 2 റൂട്ട് എക്സ്. ആക്ച്വലി ഇവിടെ ചെയ്യുന്നത്, ഇവിടെ എക്സ് അല്ലാത്തതുകൊണ്ടാണ് നമുക്കിങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. കാരണം ചിലപ്പോൾ റൂട്ട് എക്സ് എന്ന് പറഞ്ഞ ആ ഫോമിലേക്കൊക്കെ മാറും. എക്സ് ആകുമ്പോൾ അവിടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 ആണ്, അതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ റൂട്ട് എക്സ് ഒക്കെ എടുക്കുമ്പോൾ ഡെറിവേറ്റീവ് 1 ഒന്നല്ല വരിക, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. ഇതാണ് ഈ ഒരു സെക്ഷനിലുള്ളത്.